സംസ്ഥാനത്തുടനീളം റിപ്പോർട്ട് ചെയ്യുന്ന പോലീസ് അതിക്രമ സംഭവങ്ങളിൽ മുന്നണി യോഗത്തിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പുറത്തുവന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എന്നാണ് മുഖ്യമന്ത്രി ന്യായീകരിച്ചത്. വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചുവെന്നും പോലീസിന്റെ ഭാഗത്തുനിന്നും തെറ്റായ ഒന്നും ഉണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പോലീസിന്റെ വീഴ്ചകൾ പർവ്വതീകരിച്ച് കാണിക്കാൻ ശ്രമം നടക്കുന്നുവെന്നും പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്. 40 മിനിറ്റ് സമയമെടുത്താണ് മുഖ്യമന്ത്രി വിശദീകരണം നടത്തിയത്. SIR വിഷയത്തിലും മുഖ്യമന്ത്രി പ്രതികരിച്ചു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കത്തിന് ഒരു പിന്തുണയും നൽകാൻ സാധിക്കില്ലെന്നും BJP സർക്കാരിന്റെ ആലോചനയുടെ ഭാഗമാണ് SIR. കേരളത്തിലെ ജനങ്ങൾ ജാഗരൂകരായി ഇരിക്കണമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. വർഷങ്ങൾ പഴക്കമുള്ള കേസുകളാണ് ഇപ്പോൾ ഉയർത്തുന്നതെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണനും കൂട്ടിച്ചേർത്തു. അടിയന്തരാവസ്ഥ കാലത്തെ പോലീസ് സ്റ്റേഷൻ മർദ്ദനത്തിന്റെ ഇരയാണ് താനെന്നും കുറ്റകൃത്യത്തെ പ്രോത്സാഹിപ്പിക്കില്ലെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. അടിയന്തരാവസ്ഥ കാലത്തെ പോലീസ് സ്റ്റേഷൻ മർദ്ദനത്തിന് ഇരയാണ് ഞാൻ. അന്ന് ഞങ്ങളെ മർദ്ദിച്ചവർക്കെതിരെ പിന്നീട് UDF നടപടി എടുത്തിട്ടുണ്ടോ? കുറ്റകൃത്യത്തെ പ്രോത്സാഹിപ്പിക്കില്ല, സസ്പെൻഡ് ചെയ്തു. ഇതിനപ്പുറം നടപടി സ്വീകരിക്കണമെങ്കിൽ നടപടിക്രമങ്ങളുണ്ട്. LDF കാലത്ത് പോലീസ് സ്റ്റേഷൻ മർദ്ദന കേന്ദ്രമാക്കില്ല. പോലീസ് സ്റ്റേഷൻ മർദ്ദനം സർക്കാരിന് കോട്ടമല്ല, TP രാമകൃഷ്ണൻ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പദവിക്കെതിരായ നടപടി എടുത്തിട്ടില്ലെന്നും കോൺഗ്രസ് നിലപാടെടുക്കണമെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. ആരോപണം ഉന്നയിച്ച യുവതികൾ മാനസികമായി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും കോൺഗ്രസ് ശരിയായ തീരുമാനമെടുക്കാത്തത് കൊണ്ടാണ് രാഹുൽ സഭയിൽ വന്നതെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വരുന്നതിന് നിയമപരമായ പ്രശ്നങ്ങളില്ല. തടയേണ്ടത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിന്റെ പിന്തുണ രാഹുലിനുണ്ട്. രാഹുലിനെ സഭയിൽ തടയില്ല. സഭയിൽ വന്നാൽ പ്രതിഷേധിക്കുമോ എന്ന് ഇപ്പോൾ പറയുന്നില്ല, TP രാമകൃഷ്ണൻ കൂട്ടിച്ചേർത്തു.